റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും മൈക്ക് വേണ്ടിയതല്ലേ. പ്രൈസ് ബി ടു ഗോഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ മധ്യേ കടന്നു വരുവാൻ ദൈവം ചെയ്ത വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിന് മുഖാന്തരം ഒരുക്കി തന്ന പ്രിയ ജോക്സി പാസ്റ്ററിനോടുള്ള സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. ഇവിടെ കടന്നു വരുവാൻ ക്രമീകരണങ്ങളെല്ലാം ചെയ്ത സാബു ബ്രദറിനായിട്ടും ജോസ് പാസ്റ്ററിൻ്റെ കുടുംബത്തിനോടും ഉള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇതിന് പിന്നിൽ മറ്റ് അനേകർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പേരൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയാത്തതുകൊണ്ട് ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. പക്ഷേങ്കിൽ whoever has supported this occasion, may the loving living God bless. ദൈവം സമൃദ്ധമായി നിങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. സലാലിലേക്ക് കടന്നു വരുവാൻ ഇങ്ങനൊരു മുഖാന്തരം ഉണ്ടായി. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ കേൾക്കുകയുണ്ടായി കുറേ പേര് ഇപ്പോഴും നാട്ടിലാണ്, പല കാരണങ്ങളാൽ ആണ് എന്നുള്ളത്. അവരെ ഓരോരുത്തരെയും ദൈവം അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ബി ടു ഗോഡ്. ഈ 3 ദിവസങ്ങൾ നിങ്ങളുമായിട്ട് സമയം ചെലവഴിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ 3 ദിവസങ്ങളിൽ ഒരു പെർട്ടിക്കുലർ തീമാണ് ദൈവം എനിക്ക് ഹൃദയത്തിൽ തന്നിരിക്കുന്നത്. എന്നെക്കുറിച്ച് കൂടുതൽ ഇൻട്രൊഡക്ഷനൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. ജോസ് പാസ്റ്ററിനെ I miss him now. കുടുംബത്തെ വീണ്ടും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ, ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. Praise be to God. Praise the Lord. Hallelujah. സന്തോഷമുള്ളവർ കാര്യങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. Hallelujah. Praise be to God. എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന ഒരു ഭാരം ആണ് നിങ്ങളുമായി ഞാൻ പങ്കിടുന്നത്. ഈ ഒരു സമയത്തിന് വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഒരു ഭാരം. സോ എൻ്റെ ഈ മെസ്സേജിനകത്ത് ഇന്ന് ഈ പറയുന്ന 2-3 ദിവസം I'll try to remain very informal as well, because ഇത് വാസ്തവത്തിൽ എൻ്റെ ഭാരമല്ല, ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ഭാരമാണ്. ആ ഭാരം വെറുതെ പ്രസംഗിച്ച് പോകുവാനല്ല, ബിക്കോസ് ഇത് അപ്ലൈസ് ടു മീ ഫസ്റ്റ്. നമ്മൾ ഓരോരുത്തർക്കും ഇത് ഈക്വലി ഭയങ്കരമായിട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു വിഷയമായതുകൊണ്ട് ഈ ഒരു ഭാരം അവിശ്വാസികൾക്ക് ഉള്ള ഒരു വിഷയമല്ല. അവർക്ക് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ. പക്ഷെ ആദ്യം വിശ്വാസികൾ എന്നറിയപ്പെടുന്നത് നമുക്ക് ആദ്യം ഇത് ആപ്ലിക്കബിൾ ആകുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം, ദ പ്രിപ്പറേഷൻ ഫോർ ഇറ്റേണിറ്റി. 2, വിശ്വാസികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മുടെ വിശ്വാസത്തെ ശോധന ചെയ്യേണ്ട ഒരു സമയം. കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിപ്പറേഷൻ റിക്വയർഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം നിങ്ങളുമായി പങ്കിട്ട് മുമ്പോട്ട് പോകാൻ ഞാൻ ശരണപ്പെടുകയാണ് ദൈവത്തിൽ. കഴിഞ്ഞതിന് മുന്നത്തെ വർഷം ഇപ്പം ഞാൻ എത്തിഹാദിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ കൊളീഗ്സ് എല്ലാം വന്നിട്ട് പറയും, ജപ്പാനിൽ പോയിരിക്കണം, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ജപ്പാനിൽ പോയിരിക്കണം. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെങ്കിൽ ഇവർ പറയാണ്, ഇന്ത്യൻസിന് വീസ കിട്ടാൻ വളരെ എളുപ്പമാണ്, ജസ്റ്റ് യു നീഡ് ടു ഗോ ദെയർ. വീട്ടിൽ പറയാനുള്ള താമസം, അവർക്കെല്ലാം ഭയങ്കര താല്പര്യം. എന്നാൽ ശരി, പൊക്കളയാം. മാർച്ച് ആ ഒരു ടൈമിലാണ് അവിടുത്തെ ചെറി ബ്ലോസം, ഫെബ്രുവരി മാർച്ച്, ആ ഒരു ടൈം ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നേരത്തെ ഒരു 6 മാസം മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. വീസ കിട്ടാൻ വളരെ എളുപ്പമാണെന്ന് പറഞ്ഞു. 14 ദിവസം കൊണ്ട് വീസ കിട്ടും. അങ്ങനെ സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. 1 മാസം ബാക്കിയിരിക്കവെയാണ് വീസയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നത്. വളരെ എളുപ്പമല്ലേ? ലിസ്റ്റൊക്കെ എടുത്തെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ എല്ലാം വളരെ എളുപ്പത്തിൽ കിട്ടുന്ന കാര്യങ്ങളാണ്. ഫോട്ടോ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെ ഒരു 2 ദിവസം കൊണ്ട് കിട്ടുന്ന കാര്യമാണ്. വായിച്ചത് അവസാനം വന്നതിനകത്ത് പാസ്പോർട്ടാണോ വീസ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല, 6 മാസം വാലിഡിറ്റി വേണം. നോക്കിയപ്പം കൃത്യം എൻ്റെ ഒരു മകൻ്റെ പാസ്പോർട്ട് 6 മാസം വാലിഡിറ്റി ഇല്ല.
അതിന് അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ പോയപ്പോൾ ഇറ്റ് വിൽ ടേക്ക് 7 to 8 days. പിന്നെ നോക്കുമ്പോൾ ഈ 14 ദിവസം ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ആ യാത്ര നടന്നില്ല. അത് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യത്തെ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ 3 മാസം മുമ്പ് ഇരുന്ന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലാക്കാൻ തുടങ്ങിയത് ഇത് എനിക്ക് എൻ്റെ ഡോക്യുമെൻറ്റ്സ് കിട്ടാൻ എളുപ്പമാണ്, പക്ഷേ എൻ്റെ വൈഫിന് കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം 10 ദിവസത്തിൻ്റെ യാത്രയുടെ പിന്നിൽ ഉണ്ടായിരുന്ന പ്രിപ്പറേഷൻ കണ്ടിട്ട് എൻ്റെ മകൻ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്. ഒരാൾ വന്ന് ചോദിച്ചു, ഇത്രയുമൊക്കെ പ്രിപ്പയർ ചെയ്യണോ? 10 ദിവസത്തെ കാര്യം വേറൊന്നുമല്ല, എനിക്കേ അറിയത്തുള്ളൂ അതിൻ്റെ ഭാരം. ടിക്കറ്റ്സ് ഞാൻ എത്തിഹാദ് വിട്ട് കഴിഞ്ഞ് ലാസ്റ്റ് സെറ്റ് ഓഫ് ടിക്കറ്റ്സ് എൻ്റെത്. സോ ടിക്കറ്റുകൾ മാത്രം അറൗണ്ട് 40,000 ദിർഹംസിന് ഈക്വലൻ്റ് ആയിട്ട് വരും. ഹോട്ടൽ ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞു. ഹോട്ടൽ ബുക്കിങ്ങിനും നല്ലൊരു എമൗണ്ട് ആകും. ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം പോകുമെന്നുള്ള ഭാരം കാരണമാണ് അത്രയും ഞാൻ പ്രിപ്പയർ ചെയ്തത്. പിള്ളേർക്ക് അറിയേണ്ട കാര്യമില്ല, പക്ഷേ ടു ദ മൈന്യൂട്ട് ഡീറ്റെയിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് ഐറ്റ്നറി ഉണ്ടാക്കുന്നു, അപ്രൂവൽസ് എല്ലാം കിട്ടുന്നു, ഇതെല്ലാം ചെയ്യുന്നു. എന്തിനായിരുന്നു? 10 ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ. ഇവിടെ ആരെങ്കിലും ഒമാനി സിറ്റിസൺസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെല്ലാം പ്രവാസികളാണ്. ഈ പറയുന്ന UAE ഞാൻ വന്ന സമയം തൊട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഒമാൻ അല്ലെങ്കിൽ സലാലയിൽ വന്ന സമയം തൊട്ട്, അന്നേ വീടുകളിൽ മെയിനായിട്ടുള്ള സംസാരങ്ങളൊന്ന് തിരിച്ചു പോകുമ്പോൾ, മടങ്ങിപ്പോകുമ്പോൾ എന്തെങ്കിലും മടങ്ങിപ്പോകണം എന്നറിയാം, വീട് വെക്കുന്നു, വീട് ഇങ്ങനെ ആയിരിക്കണം, നമ്മുടെ ഡ്രീം എല്ലാം അവിടെ ചെയ്തു തീർക്കാനാണ് നോക്കുന്നത്. പലപ്പോഴും വി ഡോണ്ട് ലിവ് ഫോർ അവർ ടുഡേ. ഈ പറയുന്ന എന്തെങ്കിലും ഒരു ദിവസം പോകണം, നമുക്ക് നല്ല ബോധ്യമുണ്ട് നമ്മൾ ഇവിടെ സിറ്റിസൺസ് അല്ല. വി ഹാവ് ടു ഗോ വെദർ വി ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. വൺ ഡേ വി വിൽ ഹാവ് ടു ഗോ. ഓക്കെ, ഇപ്പം അതിന് വേറെ പല ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. എങ്കിലും ഡീപ്പ് ഇൻ അവർ ഹാർട്ട് നമുക്കറിയാം നമ്മൾ പോകേണ്ടി വരും. അതിനായിട്ടുള്ള പ്രിപ്പറേഷനാണ്. പെൻഷൻ സ്കീം, മെഡിക്കൽ ഇൻഷുറൻസ്, ഇപ്പോഴേ നാട്ടിലത്തേക്കുള്ള നിങ്ങൾ എടുത്തിട്ടില്ല, ഞാൻ പറയാം, ഞാൻ എടുത്തിട്ടുണ്ട്. പെൻഷൻ സ്കീം ഇതൊന്നും പാപമല്ല, തെറ്റല്ല കേട്ടോ. ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യം ഉറുമ്പിനെ കണ്ട് പഠിക്കുന്ന പറഞ്ഞത് അബൌട്ട് പെൻഷൻ സ്കീം. തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന 90-ാം സങ്കീർത്തനത്തിൻ്റെ കണക്കെടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 70 അല്ലെങ്കിൽ 80 UAE ലേബർ ലോ പ്രകാരം 65 വയസ്സ് വരെ ഒരാൾക്ക് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ എത്രയാണെന്ന് എനിക്കറിയത്തില്ല. ശരാശരി 100 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ ഈ പറയുന്ന 35 ഇയേഴ്സിന് വേണ്ടി, അല്ലെങ്കിൽ 5 തൊട്ട് അല്ലെങ്കിൽ 30-35 വരെ, 100 വരെ പോയാൽ ഉള്ള പ്രയാസം വേറെ. 90-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് 70 അല്ലെങ്കിൽ 80, അത് കഴിഞ്ഞാൽ പ്രയാസവും കഷ്ടത മാത്രം. whatever said and done, ഈ പറയുന്ന 30 വർഷം ഞാൻ എന്നോട് തന്നെ ഞാൻ ചോദിക്കുകയായിരുന്നു, എനിക്ക് ഇത്രയും പ്രായമായി, എനിക്കിതുവരെ തോന്നിയിട്ടില്ല 10-50 വർഷം ഞാൻ ഈ ലോകത്തായിരുന്നു, 50 വർഷമോളം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ബോധം എനിക്ക് തോന്നിയിട്ടില്ല. ഇന്നലെ ഇപ്പോഴും പറ്റുവാണെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങണം എന്നുള്ള മനസ്സാണ്. സോ ഇതാണ് നമ്മുടെ കാര്യം. വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ്, ടൈം പോകുന്നത് ഇങ്ങനെയായിരിക്കും. വി ഡൂയിങ് സോ മച്ച് ഓഫ് പ്രിപ്പറേഷൻ. ഏത് ഈ പറയുന്ന 10 ദിവസത്തെ ട്രിപ്പ്, അല്ലെങ്കിൽ നമ്മുടെ തിരിച്ച് നാട്ടിൽ പോയിട്ടുള്ള ചെറിയൊരു ടൈം മാത്രമേ ഉള്ളൂ. അതിന് നമുക്ക് ഒരുപാട് ഒരുക്കം, എന്തെല്ലാം മനസ്സിലുള്ള ചിന്തകൾ. ഞാൻ വീട് വെച്ച സമയത്ത് എത്ര മാഗസീൻസ് എടുത്തിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ഡിസൈനൊക്കെ നോക്കിയിട്ട് ആ വീടൊക്കെ ഉണ്ടാക്കിയത്. വാട്ട് ഈസ് ആ പ്രിപ്പറേഷൻ ഫോർ ഇറ്റേണിറ്റി? നിത്യത എന്ന് പറയുന്ന വിഷയത്തിന് നമ്മുടെ പ്രിപ്പറേഷൻ എത്ര ഉണ്ട്? I'm not going to preach about eternity. നിത്യതയെക്കുറിച്ച് പ്രസംഗിക്കാനല്ല വന്നിരിക്കുന്നത്. അതിനെപ്പറ്റി നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, വിശ്വാസികൾക്ക് നല്ല ബോധ്യമുള്ളതാണ്. But what I'm here for is ഒരു സ്വയശോധന ചെയ്യുവാൻ. നിത്യത എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നമ്മുടെ അത് എത്രത്തോളമുണ്ട്? How much have we prepared for it? വാട്ട് ഈസ് ആ പ്രിപ്പറേഷൻ? നാളെ എന്ന് നമുക്ക് പറഞ്ഞ് മാറ്റാൻ പറ്റത്തില്ല.
ജപ്പാൻ ട്രിപ്പ് വേണമെങ്കിൽ എനിക്ക് ക്യാൻസൽ ചെയ്യായിരുന്നു, പ്രീപോൺ ചെയ്യണമെങ്കിൽ പ്രീപോൺ ചെയ്യാം, പോസ്റ്റ്പോൺ ചെയ്യണമെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യാം, വേണ്ടെന്ന് വേണമെങ്കിൽ വെക്കാൻ പറ്റും. ഇനിയിപ്പോൾ തിരിച്ച് നാട്ടിലോട്ട് മടങ്ങി പോകുന്നില്ല എന്ന് വിചാരിച്ച് ഗോൾഡൻ വീസയും അതും ഇതും ഒക്കെ എടുത്ത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നീട്ടാൻ പറ്റും. പക്ഷെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഗ്യാരണ്ടീഡാ. ഒന്ന്, കർത്താവിൻ്റെ വരവ് എന്ന് പറയുന്നത് ഗ്യാരണ്ടീഡ്, ഇറ്റ് വിൽ ഹാപ്പൻ. ആമേൻ. നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇപ്പം വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചാൽ ഒന്നും മാറ്റാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇന്ന് ഞാനും തോമസ് മോനും ഞങ്ങൾ യാത്ര ചെയ്ത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് മരണങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുകയായിരുന്നു. അപ്രതീക്ഷിതമായിട്ട്. അപ്പം ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് കർത്താവിൻ്റെ വരവ്, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ കണ്ണടയ്ക്കും. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വെന്റിലേറ്ററിലൊക്കെ എത്ര ഇട്ടെന്ന് പറഞ്ഞാലും ടൈം. അപ്പോൾ മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. എന്ന് വെച്ചാൽ നമ്മുടെ സൃഷ്ടാവാം ദൈവത്തിൻ്റെ മുൻപിൽ ചെന്ന് നിൽക്കേണ്ട ഒരു സമയം വരും. And I want to focus on the little children onwards. നിങ്ങൾ ഓരോരുത്തർക്കും ആർക്കും മാറ്റി വെക്കാൻ ഒരു കാര്യമല്ല. But the question goes back to what has been your preparation. ബാക്കി എല്ലാ കാര്യങ്ങളും ആക്റ്റീവ് പ്രിപ്പറേഷനാണ്. ബുക്ക് എടുക്കുന്നു, ഡേറ്റ് ഇടുന്നു, കലണ്ടറിൽ എഴുതുന്നു, ഗൂഗിൾ മീറ്റിംഗ് ഗൂഗിൾ കാലണ്ടറിൽ കൊണ്ടിടുന്നു, റിമൈൻഡേഴ്സ് ഇടുന്നു, എല്ലാം ഇൻസ്റ്റാൾമെന്റ്സ് ഒന്നുപോലും മിസ് ചെയ്യാതെ അടയ്ക്കും. But what has been our preparation for eternity? How seriously have we taken eternity into consideration? കുറെ വാക്യങ്ങളായി ഒന്ന് രണ്ട് വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ തിരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. മെസ്സേജ് ഇങ്ങനെ മംഗ്ലീഷിൽ പോകുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലേ? ഒരല്പം ഇംഗ്ലീഷും അല്പം മലയാളവും. ആരെങ്കിലും ഉണ്ടോ ഒട്ടും ഇംഗ്ലീഷ് മനസ്സിലാക്കാത്ത? കയ്യൊന്നും പൊക്കണ്ട. ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. മീറ്റിംഗ് കഴിഞ്ഞിട്ട് നാളെ എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കാം മലയാളത്തിൽ മാത്രം നിൽക്കാനായിട്ട്. വായിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ എന്നെ സഹായിക്കണം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. Praise be to God. ഇത് നിങ്ങളുടെ മനസ്സിൽ എവിടെയെങ്കിലും ഒന്ന് ഓർത്ത് ഒന്ന് എഴുതി വെച്ചേക്കണം. ഈ വിഷയം നമ്മൾ ഈ പറഞ്ഞ ഇന്നും നാളെയും മറ്റന്നാളും we will be revolving around these themes. Book of Revelation, വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. അത് രണ്ടാമത്തെ മരണം. ഞാൻ സമയം എടുത്തായിരിക്കും ഇന്ന് മെസ്സേജ് പറയുന്നത്. ബിക്കോസ് പ്രത്യേകിച്ച് ഇങ്ങനെ ഓട്ടി പോകാൻ താല്പര്യപ്പെടുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ ഇത്ര പേരേ ഉള്ളൂ. ഐ തോട്ട് I'll go a little bit more in detail. 21-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യമാണ് നമ്മൾ കേട്ടത്. എല്ലാവരും ബൈബിൾ എടുക്കുന്ന മുമ്പേ സഹോദരി വായിക്കാൻ തുടങ്ങി. ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചാട്ട് വളരെ സ്ലോ ആയിട്ട്. മതി, തൽക്കാലം ഈ 3 എണ്ണത്തിൽ നമുക്ക് നിൽക്കാം. ശ്രദ്ധിക്കണം, നമ്മൾ വളരെ ലാഘവത്തോടെ എടുക്കുന്ന 3 കാര്യങ്ങളാണ്. ആദ്യത്തെ 1-2 കാര്യങ്ങൾ എന്തുവാ? ഭീരുക്കൾ. എന്തുവാ ഭീരുക്കൾ? In the English Bible you'll find cowards, the fearful. ജീവിതത്തിൻ്റെ പല ചോദ്യചിഹ്നങ്ങളുടെ മുമ്പിൽ ഇന്നും ഭയത്തോടും ഭീതിയോടുകൂടി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്ന് മാത്രമേ ഉള്ളൂ: എനിക്ക് അപ്പനില്ല. ജീവനുള്ള ദൈവം എൻ്റെ അപ്പനാണെന്ന് ബോധ്യത്തോടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ ജീവിക്കുന്നുണ്ടോ ഇല്ലേ? ഇതല്ല എൻ്റെ വിഷയം. ബട്ട് ഐ എം ജസ്റ്റ് സ്റ്റാർട്ടിങ്. ഐ എം ജസ്റ്റ് പുട്ടിങ് എ ഫ്യൂ ഫൗണ്ടേഷൻസ് there. 2 അവിശ്വാസികൾ.
ആരെക്കുറിച്ചാണ്? വിശ്വാസികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന അവിശ്വാസികളെ കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത്. മറ്റ് അവിശ്വാസികളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, എൻ്റെ സബ്ജക്റ്റ് ഇസ് നോട്ട് ഡയറക്ട്ലി ഫോർ ദ അൺബിലീവേഴ്സ്, ഇറ്റ് ഇസ് ഫോർ ദ ബിലീവിങ് അൺബിലീവേഴ്സ്. വിശ്വാസികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന അവിശ്വാസികളാണ്. ഇതാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഭാരം. ഇവരുടെ എല്ലാ അവസാനം പറയുന്നത് they'll go into the lake of fire. ഇത് രണ്ടാമത്തെ മരണം, തീ പൊയ്ക എന്ന് പറഞ്ഞ രണ്ടാമത്തെ മരണം. ആർക്കും സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു സബ്ജക്റ്റാണ് മരണം. ഞാൻ ഈ വിഷയം നമ്മുടെ മലയാളം ചർച്ചിൽ ഞാൻ മെസ്സേജ് കൊടുത്ത സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു കാര്യമാണ്. ചർച്ചിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആരെങ്കിലുമൊക്കെ മരിക്കുന്ന കാര്യങ്ങൾ ഇടുമല്ലോ. അപ്പം പുള്ളി പറഞ്ഞത്, ഞാൻ ഈ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പോകും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നോക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ മരണത്തിൻ്റെ വിഷയങ്ങളാണ്. മരണം എന്ന് പറയുന്നത് ആർക്കും ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു വിഷയം. ബാക്കി എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഒരുക്കമാണ്. പിന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം സംസാരിക്കാനാണെങ്കിൽ, കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് പറയാനാണെങ്കിൽ, തിരിച്ചു പോയിട്ട് റിട്ടയർമെൻറ്റിൻ്റെ കാര്യം പറയാനാണെങ്കിൽ, നിങ്ങൾക്കല്ല കേട്ടോ, 50+ ആയി കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ സബ്ജക്റ്റുകൾ. ഇപ്പം എങ്ങനെയുണ്ട് സ്റ്റോക്ക് മാർക്കറ്റ്, എങ്ങനെയുണ്ട്, ക്രിക്കറ്റ് താല്പര്യമുള്ളവർക്കാണെങ്കിൽ അത് ഒരു വിഷയമാണ്. ഇത് മാത്രം നമുക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ബട്ട് ദിസ് ഈസ് സംതിങ് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഫേസ് ചെയ്യേണ്ട ഒരു റിയാലിറ്റി, ആൻഡ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. വായിക്കാം നമുക്ക് വീണ്ടും വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. അപ്പൊ തീപ്പൊയ്ക എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും നമ്മൾ വായിക്കുക, ഒഴിച്ചു മാറ്റി കൂടാൻ കഴിയാത്ത ഒരു വിഷയം. അവിടെ എഴുതിയിരിക്കുന്നത്, if your name is not found in the book of life, you'll be thrown into the lake of fire. ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേര്, മോന്റെ പേരെന്തുവാ? ജിബിൻ. ജിബിൻ എന്ന് പറഞ്ഞ പേര് അതിനകത്ത് കണ്ടുപിടിക്കണം, അതിനകത്തുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ തീ പൊയ്കയിലേക്ക് എറിഞ്ഞു കളയും. അതിനകത്ത് എന്തെങ്കിലും എന്താ പറയുക, ഷുഗർ കോട്ടിങ് ഒന്നുമില്ല, എറിഞ്ഞ് കളയും. അതിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അപ്പൊ വീണ്ടും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. സോ ദാറ്റ് ഈസ് ദ മെൻഷൻ ഓഫ് സെക്കൻഡ് ഡെത്ത്. രണ്ടാമത്തെ ഒരു മരണം, രണ്ടാമത്തെ ഒരു മരണം. അപ്പൊ രണ്ടാമത്തെ ഒരു മരണം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു മരണമുണ്ട്. അപ്പൊ ആദ്യത്തെ മരണം എന്ന് പറയുന്നത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2:17 പോകുമ്പോൾ എടുക്കണം എന്നില്ല. ദൈവം ആദാമിനോട് പറഞ്ഞ ഒരു കാര്യമാണ്, നിനക്ക് ഏത് വൃക്ഷത്തിൻ്റെ ഫലവും കഴിക്കാം എക്സെപ്റ്റ് എന്തുവാണ്? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുത്, കഴിച്ചാൽ നീ അന്ന് മരിക്കും. ആദാമും ഹവയും കഴിച്ചുടനെ മരിച്ചു വീണോ? ഇല്ല. ആത്മീയമായ ഒരു മരണം അവിടെ സംഭവിച്ചു. അതാണ് ആദാമിയ പാപമുഖാന്തരമായി നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ആത്മീയമായ മരണം. അപ്പം അങ്ങനെ മരിച്ചൊരു വ്യക്തിക്ക് വീണ്ടും ജനനം വേണം എന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും ജനനം അല്ലെങ്കിൽ ബോൺ അഗെയിൻ ആകണം എന്ന് പറയുന്ന ഒരു കൂട്ടമാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഞാൻ ആ ഒരു വിഷയം ആമുഖത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ പറയുന്നത് ഫോർ ദി ഫുൾനെസ് ഓഫ് ദ മെസ്സേജ്. പക്ഷെങ്കിൽ അടുത്ത നമ്മൾ മെയിൻ ഫോക്കസ് വരാൻ പോകുന്നത് ഈ ഭൂമിയിൽ നമ്മുടെ കണ്ണടയ്ക്കുന്ന നമ്മൾ ലോകക്കാർ മരണം എന്ന് പറയുന്ന ആ മരണം ആണ് മെയിൻ സബ്ജക്റ്റ്. യേശുവിൻ്റെ ഭാഷയിൽ, പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ നിദ്ര കൊള്ളുക എന്ന് പറയുന്ന ആ മരണത്തെക്കുറിച്ച്. അപ്പം നമ്മളിപ്പോൾ വായിച്ചത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യത്തിലും 21-ന്റെ 8-ാമത്തെ വാക്യത്തിലും ഈ രണ്ട് സ്ഥലത്തും റിപ്പീറ്റഡ്ലി മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തെ മരണം, തീപ്പൊയ്ക. ഒരു കഥ നിങ്ങളുമായിട്ട് പങ്കിടട്ടെ. ഒരു യുവാവ്, കഥയാണേ, ഒരു യുവാവ്
ശരാശരി ഒരു 30-35 വയസ്സ് പ്രായം. അപ്രതീക്ഷിതമായി പെട്ടെന്ന് മരിച്ചുപോയി. ഈ പറയുന്ന സഹോദരൻ്റെ മാതാപിതാക്കൾ സമൂഹത്തിൽ വളരെ അറിയപ്പെടുന്ന വിശ്വാസികളാണ്. വളരെ എന്താ പറയുന്നത്, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു കുടുംബം. ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ പറയുന്ന യുവാവ് എന്ന് പറയുന്നതും ഹി വാസ് ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ദ ചർച്ച്. വിശ്വാസിയാണ്, സ്നാനപ്പെട്ടതാണ് എന്ന് വേണ്ട, എല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ച് ഒരു ആത്മീയനാണെന്നുള്ള ഒരു ലേബലിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. മരണം സംഭവിച്ചു കഴിഞ്ഞിട്ട് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി പെട്ടെന്ന് ചെല്ലുന്നൊരു വലിയൊരു സ്ഥലത്ത് കടന്നു ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ കാണുന്നൊരു വലിയ ബോർഡ് എന്താണെന്നറിയുമോ? വെൽക്കം ടു ഹെൽ, നരകത്തിലേക്ക് സ്വാഗതം. ഇത് കണ്ട് പരിഭ്രാന്തനായി റിസപ്ഷനിലിരിക്കുന്ന ഈ പറയുന്ന മാലാഖയുടെ അടുത്ത് ഭയങ്കരമായിട്ട് പുള്ളി അങ്ങ് തട്ടിക്കയറുക. നിങ്ങൾക്ക് ഞാൻ ആരാന്ന് അറിയത്തില്ല, എൻ്റെ അപ്പൻ അമ്മ ആരാന്ന് അറിയത്തില്ല, എവിടെയോ വലിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്, സംതിങ് ഹാസ് ഗോൺ റോങ്, അല്ലാതെ ഞാൻ ഇവിടെ വരാൻ ഒരു രീതിയിലും നടക്കത്തില്ല. ഈ യുവാവിൻ്റെ കോൺഫിഡൻസ് കണ്ടിട്ട് ഈ പറയുന്ന റിസപ്ഷനിലിരിക്കുന്ന മാലാഖ വരെ കൺഫ്യൂസ്ഡ് ആയിട്ട് പറഞ്ഞു, ഒരു മിനിറ്റ് അലർമി ചെക്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഫയലുകളെല്ലാം നോക്കുന്നു, എല്ലാം കഴിയുന്നു, സിസ്റ്റത്തിലിട്ട് നോക്കുന്നു, എല്ലാം കഴിഞ്ഞിട്ട് പറയുന്നു, ഇമാജിനേഷൻ കേട്ടോ മോളെ, നോക്കി കഴിഞ്ഞിട്ട് പറയുന്നു. അപ്പം ഈ പുള്ളി പറയുന്നുണ്ട്, ഞാൻ 2005 തോന്നുന്നു, 2003 തോന്നുന്നു, ഞാൻ ബാപ്റ്റിസം എടുത്തതാ എന്നൊക്കെ പറയുന്നത്. അപ്പം പുള്ളി കറക്റ്റ് ഡേറ്റ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഡേറ്റ് അല്ല, ഡേറ്റ് ഇന്നതാ ഡേറ്റ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇതെല്ലാം ശരിയാ, പള്ളി പോയി എന്നുള്ളത് സത്യമാ, നല്ല അപ്പനും അമ്മയ്ക്കും പിറന്നു എന്നുള്ളത് സത്യമാ, ബോൺ അഗെയിൻ ചർച്ചിൽ പോയി എന്നുള്ളത് സത്യമാ, സ്നാനപ്പെട്ടു എന്ന് പറയുന്ന അതുപോലും സത്യമാണ്. പക്ഷെങ്കിൽ ഇവിടെ എഴുതിക്കുന്നത്, നീ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ശ്രദ്ധയോടെ കേൾക്കണം. കഥയാണെന്ന് പറഞ്ഞാലും ശ്രദ്ധയോടെ കേൾക്കണം. വിശ്വാസി എന്നുള്ള ലേബലുണ്ട്, പേരുണ്ട്, എല്ലാം സത്യമാണ്. പക്ഷെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ പേര് കാണുന്നില്ല. And that is where my second burden which God has put in my heart. രണ്ടാമത്തെ ഭാരം എന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ തലമുറ, പഴയ തലമുറയാണെങ്കിലും ഏത് തലമുറയാണെങ്കിലും, ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലോട്ടും കയറി, ചർച്ചിൽ പോകുന്നുണ്ടെങ്കിൽ, സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡൺ, സ്വർഗത്തിലോട്ടുള്ള വീസ റെഡിയായി എന്നുള്ളൊരു ചിന്ത. ആദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ബട്ട് ഇസ് ഇറ്റ് പോസിബിൾ? ഇത് സാധ്യമാണോ? വായിക്കാം നമുക്ക്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം, അതിന്റെ 23-ാമത്തെ വാക്യം. The book of Acts of the Apostle, chapter 8, verse number 23. എന്ന് ഞാൻ ആരായി പറയുന്നറിയാം? പത്രോസ് ഒരു വ്യക്തിയെ നോക്കിയിട്ട് പറയുകയാണ്. ഒന്നുകൂടെ വായിച്ചാട്ട് സഹോദരി. കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു ഞാൻ കാണുന്നു. പരിശുദ്ധാത്മാവാം ദൈവം പത്രോസിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഒരുവനെ പറ്റി. സോ ലെറ്റ് മീ മേക്ക് ദാറ്റ് ക്ലിയർ. എടുത്തുചാട്ടക്കാരനായ പത്രോസ് പറയുന്ന ഒരു കാര്യമല്ല, അതുകൊണ്ട് ഇത് എടുത്തു പറഞ്ഞത്. The Lord is revealing something to him, and അവൻ ഒരാളെ നോക്കിയിട്ട് പറയുകയാണ്, കയ്പും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു. ഇനി നമുക്ക് അതിൻ്റെ 21 മുതൽ 23 വരെ ഒരിക്കൽ കൂടെ വായിക്കാം. Praise be to God. Hallelujah. ഈ വ്യക്തിയോട്
പത്രോസ് പറഞ്ഞു വന്ന ഭാഗമാണ് ദൈവത്തോട് നിരപ്പില്ല എന്ന് വേണ്ട പല കാര്യങ്ങളും നമ്മൾ വി വിൽ ബി ഗോയിങ് ഇൻ ഡീറ്റെയിൽ ഇൻ ടു ദാറ്റ്. ഇതാരാ ഈ വ്യക്തി? 16-9 വാക്യം, 9 മുതൽ താഴോട്ടൊന്ന് വായിച്ചാട്ടെ. 16 അപ്പോസ്തല പ്രവൃത്തി, സെയിം ചാപ്റ്റർ, അതിൻ്റെ 9 വാക്യം മുതൽ. ഇവൻ മഹദി എന്ന ദൈവശക്തി ആകുന്നു എന്നും പറഞ്ഞ് ആബാലവൃദ്ധം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കാൻ അത്രേ അവർ അവനെ ശ്രദ്ധിച്ചത്. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. പ്രൈസ് ഗോഡ്. മതി, അവിടെ നിർത്താം നമുക്ക് തൽക്കാലം. എന്തുവാ ഷീമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആഭിചാര്യം, സോർസറി, ബ്ലാക്ക് മാജിക് എന്ന് വേണ്ട മന്ത്രവാദം എന്ന് വേണ്ട പല കാര്യങ്ങൾ കാണിച്ച് ഹീസ് ടു അമേസ് പീപ്പിൾ, എല്ലാവരും ഭ്രമിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുമായിരുന്നു. ഒരുപാട് ശ്രദ്ധ ലഭിച്ച ഒരു വ്യക്തി, നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി. ഒരു പക്ഷെങ്കിൽ ആൾക്കാർ ആ പുള്ളിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ വലിയ ഭയഭക്തിയോടുകൂടിയൊക്കെ ആയിരിക്കും പോകുന്നത്. ഒരു മലയാളിയുടെ കണ്ണിൽ കൂടെ നോക്കുകയാണെങ്കിൽ മുണ്ടൊക്കെ താത്തിട്ടിട്ട് നടക്കാൻ തുടങ്ങും. അതുപോലെ ഇമ്പോർട്ടൻസ് ഒക്കെ ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന ഷീമോൻ. 12 വാക്യത്തിൽ പറയുന്നത്, ഫിലിപ്പോസ് വന്ന് ദൈവരാജ്യത്തെക്കുറിച്ചും യേശുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ അവർ സ്നാനപ്പെട്ടു, അവർ വിശ്വസിച്ചു, അവർ സ്നാനപ്പെട്ടു. പ്രൈസ് ബി ടു ഗോഡ്. ആ ഒരു സ്നാനത്തിൽ കൂടെ സംഭവിച്ചത്, അവർ പിന്നെ ഈ പറയുന്ന ഷീമോനെ ശ്രദ്ധിക്കാതെയായി. ഷീമോൻ ആർക്കും വേണ്ടാത്തവനായി. അവർ സത്യദൈവത്തെ രുചിച്ചറിയുവാൻ ഇടവന്നു. യഥാർത്ഥത്തിലുള്ള സ്നാനത്തിൽ കൂടെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ വിൽ ഗോ ത്രൂ ഇറ്റ് ഇൻ ഡീറ്റെയിൽ. പക്ഷെങ്കിൽ ഞാൻ പറയട്ടെ, അവർക്ക് സത്യദൈവത്തെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഈ പറയുന്ന ആഭിചാര്യമോ മറ്റൊന്നിലുമല്ല അവരുടെ ശ്രദ്ധ, അവരുടെ കണ്ണ് നട്ടത് ക്രിസ്തുവിൽ മാത്രമായി. അവർ സ്നാനപ്പെട്ടു. 13 വാക്യം ഒന്ന് വായിച്ചേ. ശീമോൻ താനും വിശ്വസിച്ചു, സ്നാനമേറ്റു, ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. പ്രൈസ് ബി ടു ഗോഡ്. 4 കാര്യങ്ങളാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. താനും വിശ്വസിച്ചു, അഥവാ ഇപ്പോൾ എന്തോ പേര്, വിശ്വാസി എന്ന പേര്. അത് കഴിഞ്ഞ് അവൻ സ്നാനപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ വിശ്വസിച്ചു എന്ന് എഴുതിയിരിക്കുന്നു, സ്നാനപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നു. അത് മാത്രമല്ല, ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു, ശുശ്രൂഷകളിൽ ചേർന്ന് നിന്ന് ദൈവപ്രവൃത്തി പലതും കണ്ടു. ഇതെല്ലാം ചെയ്ത പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല വിശ്വാസിയാണ് ഇന്ന് ഷീമോൻ. ആൾക്കാർക്ക് പറയുവാൻ ഒരുപാടുണ്ട്. പണ്ടും ശുദ്രം ചെയ്ത് നടന്ന ഒരുവനാണ്. അവൻ്റെ കണ്ടില്ലേ ഇപ്പോൾ ആ മൈക്ക് പിടിച്ച് നടക്കുന്ന ആരാന്ന് കണ്ടോ, ആ സ്പീക്കറുമായിട്ട് നടക്കുന്ന ആരാന്ന് കണ്ടോ, ഫിലിപ്പോസിനെ സഹായിക്കുന്ന ആരാന്ന് കണ്ടോ എന്ന് വേണ്ട. ഹി ഈസ് നോൺ ഫോർ ദാറ്റ് കൺവേർഷൻ വിച്ച് ഹസ് ഹാപ്പൻ. വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വിശ്വാസിയാണ്. പക്ഷേ ഒരല്പം കഴിഞ്ഞപ്പോൾ അവിടെ പത്രോസ് പറയുന്ന വാക്കുകളാണ് കേട്ടത്. പത്രോസ് അവിടെ കടന്നു ചെന്നു. തൻ്റെ കൈവെപ്പ് ശുശ്രൂഷ മുഖാന്തരമായി പരിശുദ്ധാത്മാവ് ജനത്തിന്മേൽ കടന്നു വരുവാൻ കാണുന്നത് ശീമോൻ കണ്ടപ്പോൾ ശീമോൻ ചെയ്തത് എന്തോന്നറിയുമോ? പണം കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ ട്രിക്കിങ് പഠിപ്പിച്ചതാ. അല്ലെങ്കിൽ ഇന്നലെ വരെ ഇത്തരത്തിലെ പ്രവർത്തികളിലായിരുന്ന ശീമോൻ പറയുകയാണ്, ദ്രവ്യം കൊടുത്ത് ദൈവത്തിൻ്റെ ദാനം, ദ്രവ്യം കൊടുത്ത് ഒരു വിശ്വാസിക്ക് ലഭിക്കേണ്ടിയ ഓഹരി. അപ്പോസ്തല പ്രവൃത്തി 2:38 പറഞ്ഞത്, റിപ്പന്റ് ആൻഡ് ബി ബാപ്റ്റൈസ്ഡ് ഫോർ ദ ഫർഗിവ്നെസ് ഓഫ് യുവർ സിൻസ്. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം. ശീമോൻ വിശ്വസിച്ചു,
ഇനി 12-ാമത്തെ വാക്യം ശ്രദ്ധയോടൊന്ന് വായിച്ചാട്ടെ. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചു. ഫിലിപ്പോസിനെ വിശ്വസിക്കുമ്പോൾ പറ്റുന്ന ഒരു വിഷയമാണിത്. അവര് ദൈവരാജ്യത്തിൽ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ ക്രിസ്തുവേശുവിൽ വിശ്വസിച്ചെന്നല്ല. ഇതെന്റെ ഒരു ആംഗിളാട്ടോ ഞാൻ പറയുന്നത്. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്ന എന്തും നിങ്ങൾ കയറി വിശ്വസിക്കരുത്. വചനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാത്ത ഒന്നിനെ നിങ്ങൾ വിശ്വസിക്കരുത്. അതുകൊണ്ടാണ് ഓരോ വചനം സ്ക്രിപ്ചർ വൈസ് ഞങ്ങൾ പോകുന്നത്. വചനത്തെ അല്ലാതെ വേറെ എന്തെങ്കിലും എന്നെ കണ്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ നാളെ എന്നിൽ ഒരു കുറവ് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന് വീഴ്ച വരും. എന്ന വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിലാണ് നിങ്ങളുടെ കണ്ണ് നട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്നുണ്ടെങ്കിൽ, എന്തെല്ലാം സംഭവിക്കട്ടെ, നിങ്ങൾ അത്ഭുതങ്ങളുടെ പിന്നിൽ ഓടുകയില്ല. ലൗകികമായ നന്മകൾ കിട്ടിയാലേ വിശ്വാസം ഉണ്ടാകത്തുള്ളൂ എന്ന് വരത്തില്ല. ശീമോന് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശീമോൻ നോക്കിയപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പണ്ടത്തെ പ്രതാപം, പണ്ടുണ്ടായിരുന്നത് പോലെ എനിക്ക് മാന്യത, ഇതൊക്കെ ലഭിക്കുമെന്ന് മനസ്സിലാക്കി ആ ശീമോനോട് പത്രോസ് പറയുന്ന വാക്കുകളാണ് നമ്മൾ ഇനി 21-ാമത്തെ വാക്യം വീണ്ടും വായിക്കാൻ പോകുന്നത്. വായിച്ചോട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല, അഥവാ ദൈവത്തോട് നിരപ്പ് ഇതുവരെ നീ പ്രാപിച്ചിട്ടില്ല. ശ്രദ്ധിക്കണമേ കർത്താവിൽ പ്രിയരെ, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാത്ത ഒരു ശീമോൻ, ദൈവത്തോട് നിരപ്പ് നീതീകരണം പ്രാപിച്ചിട്ടില്ല, അല്ലെങ്കിൽ ദൈവവുമായി യു ആർ നോട്ട് റൈറ്റ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. You are not found righteous in the sight of God. പറയുമ്പോൾ ആരെക്കുറിച്ചാ? സ്നാനപ്പെട്ട ഒരുവൻ, വിശ്വാസി എന്ന് പറയുന്നവൻ, സജീവമായി സഭയുടെ പല പ്രവർത്തനങ്ങളിൽ കൈ നീട്ടുന്നവൻ, പല കാര്യങ്ങളിൽ ഒരുപക്ഷെങ്കിൽ he would have contributed also. ദൈവത്തോട് നിരപ്പില്ല. നിന്റെ ഹൃദയം, നിന്റെ പ്രവൃത്തി ദൈവത്തോട് നിരപ്പുള്ളവനെ പോലെ കാണുന്നുവെങ്കിലും ദൈവത്തോട് നിരപ്പ് ഇല്ല എന്ന് പത്രോസ് പറയുക. ദൈവം നോക്കുന്നത് ബാഹ്യമായ നമ്മുടെ ചില സൽഗുണ പ്രവർത്തികളെ കുറിച്ചല്ല, അല്ലെ സൽപ്രവർത്തികളെ കുറിച്ചല്ല. എടുക്കേണ്ട കാര്യമില്ല. യെശയ്യാവ് 64:6 പറയുന്നത്, നാം every self righteous act of us, നമ്മുടേതായ സ്വയ നീതി പ്രവർത്തികൾ ദൈവത്തിന്റെ കണ്ണുകളിൽ എന്തുവാ? ദൈവത്തിന് വെറുപ്പായ ഒരു വിഷയം. യിരെമ്യാവ് 17 അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവം. A God who searches your heart and examines your mind. ശ്രദ്ധിക്കണം. A God who searches your heart, ഫയലുകളൊക്കെ നോക്കുന്നത് പോലെ സ്കാൻ ചെയ്ത് അറിയുന്ന ഒരു ദൈവം. നമുക്ക് ബാക്കി എല്ലാവരെയും നമുക്ക് കളിപ്പിക്കാൻ കഴിയും. അത് ആദ്യം കളിപ്പിക്കുന്ന ആരെയാണെന്നറിയാമോ? 119-ാം സങ്കീർത്തനം അതിന്റെ 29-ാമത്തെ വാക്യം എടുക്കണ്ട. അതിന്റെ NLT ട്രാൻസ്ലേഷൻ ഇങ്ങനെ പറയുന്നത്, ലോർഡ് ഹെൽപ് മീ ലോർഡ് ദാറ്റ് ഐ വിൽ നോട്ട് ഡിസീവ് മൈ സെൽഫ്. വ്യാജം ഞാൻ എന്നോട് പറയാൻ. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മളോട് തന്നെ നമ്മളങ്ങ് പറഞ്ഞുകൊണ്ട് we start to believe which is not true. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? മനസ്സിലാക്കുന്നുണ്ടോ? You think you're right, you know it's wrong, but ഒരല്പം കഴിയുമ്പോൾ you think you're right. ദാവീദ് പറയാ, ദൈവമേ അങ്ങനത്തെ ഒരു വ്യാജത്തരത്തിലേക്ക് കടന്നു പോകാതിരിക്കാൻ. Praise be to God. നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം. ശീമോനോട് പത്രോസ് പറയുകയാണ്, പരിശുദ്ധാത്മാവം ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, നിന്റെ ഹൃദയം, your heart is not right with God.
പിന്നെന്താ വായിച്ചോട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായതുകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഏത് കാര്യത്തിൽ നിനക്ക് പങ്കില്ല? പരിശുദ്ധാത്മാവിന് ലഭിക്കുന്ന കാര്യത്തിൽ നിനക്ക് ഓഹരിയില്ല. ഓഹരി എന്ന് പറയുന്നത് എന്തുവാ? ഇറ്റ് ഇസ് ഇൻഹെറിറ്റൻസ്. അപ്പൻ്റെതാണ് മക്കൾക്കുള്ളത്. ഇവിടെ പറയുകയാണ്, if you're not right with God, if your name is not written in the book of life, if you're not truly born again, വാസ്തവത്തിൽ മനസാന്തരപ്പെടാതെ നാം കാണിച്ചു കൂട്ടുന്ന പല ടിക്ക് ഇൻ ദ ബോക്സ് ആക്ടിവിറ്റികൾ, ഇഷ്ടപ്പെട്ട ഒരുവനെ വിവാഹം കഴിക്കാനായിട്ട് സ്നാനപ്പെടുന്ന ഒരുപാട് പെൺപിള്ളേരുണ്ട്. ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിക്കാനായിട്ട് സ്നാനപ്പെടുന്നവരുണ്ട്. ചർച്ചിലെ ക്വയറിൽ കയറാനായിട്ട് സ്നാനപ്പെടുന്നവരുണ്ട്. സഭയിൽ പൊസിഷൻസ് കിട്ടാനായിട്ട് സ്നാനപ്പെടുന്നവരുണ്ട്. സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് സ്നാനപ്പെടുന്നവരുണ്ട്. എൻ്റെ ജീവിതത്തിൽ ബ്രേക്ക് ത്രൂ വേണം, അതിന് സ്നാനപ്പെടുന്നവരുണ്ട്. ഭൗതികമായ ചില നന്മകൾ കിട്ടാനായിട്ട് സ്നാനപ്പെടണം എന്നുണ്ട്. ആരെങ്കിലുമൊക്കെ പറഞ്ഞതിൻ്റെ സമ്മർദ്ദം മൂലം സ്നാനപ്പെടുന്നവരുണ്ട്. ഞാൻ പറഞ്ഞുവല്ലോ, ഒരു സ്വയ ശോധനയുടെ സമയമാണ്. ആരെയും വിരൽ ചൂണ്ടാനല്ല, ഇതിനകത്തെല്ലാം നമ്മളെല്ലാം പെട്ടവരാ. ഞാൻ പാപത്തിൽ നിന്നും പുറത്തു വരാനായിട്ട് സ്നാനപ്പെട്ടവനാ ഞാൻ. അല്ല, ദൈവത്തോടുള്ള വലിയ സ്നേഹം അങ്ങ് കൂടിയിട്ട് സ്നാനപ്പെട്ടതല്ല. പക്ഷെ ദൈവം മനസ്സ് കണ്ടു. മാനസാന്തരത്തിൻ്റെ ഒരു ധ്വനി അതിലുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ദൈവമേ നീ സഹായിക്കാതെ എനിക്ക് പറ്റത്തില്ല എന്നുള്ള ഒരു സമർപ്പണം ഉണ്ടായിരുന്നു. ഞാൻ എന്നെ ന്യായീകരിക്കുകയല്ല. വാസ്തവത്തിൽ മാനസാന്തരം എന്ന് വരുന്നത് യഥാർത്ഥ വിശ്വാസം വരുമ്പോഴാണ് മാനസാന്തരം വരുന്നത്. മാനസാന്തരപ്പെടാതെ നാം കാണിച്ചു കൂട്ടുന്ന പ്രവർത്തികൾ വെള്ളത്തിൻ്റെ മുകളിൽ മോൻ എഴുതിയിട്ടുണ്ടോ? ഹാവ് യു ട്രൈഡ് റൈറ്റിംഗ് ഓൺ വാട്ടർ എന്ന് പറയുന്ന പോലെ ഒന്ന് യു കാണ്ട്. യു ഹവ് റിട്ടൺ ബട്ട് നത്തിങ് റിമെയിൻസ്. നത്തിങ് റിമെയിൻസ്. ദൈവമായി നേരുള്ള ഒരു നടപ്പില്ലാതെ നാം ചെയ്തു കൂട്ടുന്ന സകലതും God says, I never knew you. ഈ വേദഭാഗത്തിലേക്ക് നമുക്ക് തിരികെ മടങ്ങി വരണം. 2 കൊരിന്ത്യർ 13-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 13-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. ഈ പറയുന്ന വാക്യം വായിക്കുന്ന മുമ്പ് ഞാൻ അതിൻ്റെ ഒരു ചില ബാക്ക്ഗ്രൗണ്ട് തരാം. പൗലോസ് അപ്പോസ്തലൻ 2 ലേഖനങ്ങൾ കൊരിന്ത്യ സഭയ്ക്ക് എഴുതുകയാണ്. കൊരിന്ത്യ സഭയോട് പൗലോസ് അപ്പോസ്തലൻ തേനെ പാലേന്നൊന്നുമല്ല വിളിക്കുന്നത്, നേരെ അങ്ങ് മുഖത്ത് നോക്കി അങ്ങ് പറയും. 2 ലേഖനങ്ങൾ കഴിഞ്ഞ് 13 അവസാനത്തെ ലേഖനത്തിനകത്ത് എൻ്റെ ഭാഷയിൽ പറയുന്ന ഒരു ബോംബ് ഇടുന്ന ഒരു ചോദ്യം അങ്ങ് ഇടുക. അതാ ഇപ്പൊ വായിക്കാൻ പോകുന്നത്. വായിച്ചാട്ടെ. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് ഞാൻ വന്ന് പരീക്ഷിക്കത്തില്ല, നിങ്ങൾ നിങ്ങളെ തന്നെ എക്സാമിൻ. ആ എക്സാമിൻ എന്ന് പറയുന്ന വാക്കിന്റെ മൂലപദത്തിന്റെ അർത്ഥം ഒരു പരീക്ഷയ്ക്ക് ചെന്നിരിക്കുന്നത് പോലെ റൈറ്റ് ദിസ് എക്സാം എന്നാണ് അവിടെ അതിൻ്റെ അർത്ഥം. ഒരു പരീക്ഷയ്ക്ക് പോയി ഇരിക്കുമ്പോൾ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൊടുക്കാൻ റെഡിയായിരിക്കണം എന്ന് പറഞ്ഞതുപോലെ അത്രയും ആഴത്തിൽ. എന്തോ ചോദ്യം? നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ? in English translation അത് examine if your faith is genuine. NLT version അത് കാണുന്നത് examine if your faith is genuine. Amplified version അത് is it എന്തോ എഴുതിക്കുന്നത് അറിയാമോ? കൗണ്ടർഫീറ്റ് ആണോ എന്ന് വെച്ചാൽ വ്യാജമാണോ എന്ന്. പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്ന ചോദ്യം ലാഘവത്തോടെ നമുക്ക് എടുക്കാൻ കഴിയുമോ? അത് മുഴുവൻ വായിച്ച സഹോദരി. നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ടോ? These are the 3 questions. 3 കാര്യങ്ങൾ അവിടെ പറയുന്നത്. നിങ്ങളുടെ വിശ്വാസം is it genuine? എന്തിലാണ് നിങ്ങളുടെ വിശ്വാസം?
ആരിലാണ് നിങ്ങളുടെ വിശ്വാസം? നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്തുവാ? ഇപ്പൊ ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ ഓർത്തോളണം, യേശു ഉണ്ട് എന്ന് പറയുന്നതല്ല വിശ്വാസം. എടുക്കേണ്ട കാര്യമില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ യാക്കോബ് 2:19 പറയുന്നത്, ഇഫ് യു സേ യു ആർ എ ബിലീവർ, വെൽ ഡൺ, ബട്ട് ഈവൻ ദ ഡീമൺസ് ബിലീവ്. ഭൂതങ്ങൾ പോലും വിശ്വസിക്കുന്നു. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത്, പണ്ടൊരു വേറെ വിശ്വാസത്തിലുള്ള ഒരു സഹോദരി എന്നെയും എൻ്റെ വൈഫിനെയും വിളിച്ചിട്ട് പറഞ്ഞു, വീട്ടിൽ വരണം, പ്രാർത്ഥിക്കണം. അപ്പോൾ ഇവർ വിശ്വാസിയാന്നുള്ള രീതിയിലാണ് ഈ സംസാരിക്കുന്നത്. വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു ഭിത്തിയുടെ ഒരു സൈഡ് മുതൽ മറ്റേ സൈഡ് വരെ പല പടങ്ങളാണ് വെച്ച്, അതിനിടയിൽ എന്താ പറയുന്നത്, ഒരു ആർട്ടിസ്റ്റ് ഇംപ്രഷൻ ഓഫ് ജീസസ് വെച്ചിട്ടുണ്ട്. ഈ പുള്ളിക്കാരി പറഞ്ഞത് പുള്ളിക്കാരിയും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. പല രീതിയിലുള്ള വിശ്വാസികളെ നമുക്ക് കാണുവാൻ കഴിയും. ഇപ്പൊ നമ്മൾ വായിച്ചത്, ഈസ് യുവർ ഫെയ്ത്ത് ജെന്യുവൻ? Does Christ dwell in you? What is your relationship with Christ? How intimate is your relationship with Jesus? When was the last time you spoke to Jesus? When was the last time you sat with Jesus? When was the last time you allowed Jesus to speak to you and you said no to what he said no? When was the last time? What is your relationship with Christ? ദൈവനാമത്തിൽ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. വിശ്വാസിയാണെന്ന് പലരെയും നമുക്ക് ധരിപ്പിക്കുവാൻ കഴിയും. ആദ്യം നമ്മെ തന്നെ ധരിപ്പിക്കും. പക്ഷെ പൗലോസ് അപ്പോസ്തലന്റെ ചോദ്യം, എക്സാമിൻ യുവർ ഫെയ്ത്ത്. എന്നിട്ട് പറയുന്നത്, വേറെ ആരും വിധിക്കാൻ സമ്മതിക്കരുത്. യേശു പറയുന്നുണ്ടല്ലോ മത്തായി 7:1 പറഞ്ഞ, ഡോണ്ട് ജഡ്ജ് എനിവൺ ബിക്കോസ് യു വിൽ ബി ജഡ്ജ്ഡ്. ജഡ്ജ് ചെയ്യാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, യേശുവിന് മാത്രം. പരിശുദ്ധാത്മാവാം ദൈവമത്രേ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം നൽകുന്നത്. He convicts you of your sin. He convicts you of your righteousness. He convicts you of the judgment that is to come. Let only he judge. But the Bible says, നാം നമ്മെ തന്നെ ശോധന ചെയ്യുമെങ്കിൽ, ഇത് നമ്മുടെ തിരുത്താഴ് ശുശ്രൂഷയ്ക്ക് മുമ്പുള്ളതാ, നാം നമ്മെ തന്നെ. The Lord wants you, because ദൈവം കഴിഞ്ഞാൽ ഏറ്റവും best judge is you. Only you know what is going in your heart. Praise God. അപ്പം ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. 2 കൊരിന്ത്യർ 13:5 വാക്യം. വിശ്വാസത്തിൽ ഇപ്പോഴും ഇരിക്കുന്നുവോ? പണ്ട് തുടങ്ങിയതുപോലൊക്കെയാണോ? അത് മാറ്റമെല്ലാം വന്നോ? നിങ്ങളുടെ വിശ്വാസം വ്യാജമാണോ? നിങ്ങളുടെ വിശ്വാസം ഉള്ളതാണോ? ശരിയാണോ? എന്നിട്ട് Praise be to God. ആ ഒരു ബോധ്യത്തോടെ വേണം നടക്കാൻ. ഇനി നമുക്ക് തിരികെ ശീമോന്റെ അടുക്കൽ പോകാം. Acts chapter 16 വായിച്ചട്ടെ. അതിന്റെ 21 വാക്യം വായിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ഓഹരിയില്ല. അപ്പം ശ്രദ്ധിക്കണമേ ദൈവമക്കളെ. അപ്പോസ്തല പ്രവൃത്തി 2:38 പറഞ്ഞത്, repent and be baptized for the forgiveness of your sins and for you to receive the gift of the Holy Spirit. പരിശുദ്ധാത്മാവ് എന്ന ദാനം, it's a gift you cannot buy. It's a gift you can't work for. It's a gift. നമ്മൾ പ്രയത്നിച്ചിട്ടോ ഉരുണ്ടിട്ടോ മെഴുകുതിരി കത്തിച്ചിട്ടോ കാശ് കൊണ്ട് ഇട്ടിട്ടോ ആരെങ്കിലും പ്രസാദിപ്പിച്ചിട്ടോ കിട്ടത്തില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കണം. അപ്പം അവിടെ എഴുതിക്കുന്നത്, മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ, മലയാളത്തിൽ ഒന്ന് വായിച്ചേ. സോറി, ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് 38. അപ്പോസ്തല പ്രവൃത്തി 2:38. മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി, അതായത് പാപത്തിന്റെ ചില കെട്ടുകൾ, ശ്രദ്ധിക്കണം. മോചനം എന്ന് പറയുമ്പോഴത്തേക്ക് ബന്ധനമുണ്ട്.
ബന്ധനം എന്ന് പറയുന്നതാണ് നമ്മൾ ചങ്ങലകൾ, കെട്ടുകൾ എന്നൊക്കെ പറയുന്നത്. ദുഷ്ടൻ കെട്ടിവെച്ചിരിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. പാപത്തിന്റെ പരിണിത ഫലം എന്തുവാ? പാപത്തിന്റെ ശമ്പളം മരണം. വിശുദ്ധ വേദപുസ്തകം നമ്മൾ വ്യക്തമായി പഠിപ്പിക്കുന്നത് ശാപങ്ങൾ, ഓരോ പാപങ്ങൾ ചെയ്യുമ്പോൾ ശാപങ്ങൾ ആണ് വരുന്നത്. അത് രോഗങ്ങളായി അവസാനിക്കുന്നത് മരണത്തിലാണ്. അപ്പൊ കെട്ടുകൾ, ബന്ധനങ്ങൾ, വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്. മാനസാന്തരപ്പെടുമ്പോൾ നിങ്ങളുടെ പാപത്തിന്റെ മോചനം എങ്ങനെയാ? യേശുവിന്റെ രക്തം മുഖാന്തരമുള്ള പാപത്തിന്റെ മോചനം. ഞാൻ ആ സബ്ജക്റ്റിലോട്ട് കിടക്കുന്നേ ഇല്ല. വിശ്വാസികളായ നിങ്ങളോട് ആ യേശുവിന്റെ രക്തത്തെക്കുറിച്ച് പ്രസംഗിക്കാനാണെങ്കിൽ എനിക്ക് അതിന് വേണം 3 ദിവസം. ബട്ട് യു നോ വാട്ട് ഇറ്റ് ഈസ്. ശീമോന് പറ്റിപ്പോയത് എന്തുവാ? മാനസാന്തരപ്പെടാത്തത് കൊണ്ട് ഇന്നും അവൻ അനീതിയുടെ കെട്ടുകളിൽ, ബന്ധനങ്ങളിൽ കിടക്കുകയാണ്. പുറമേ ഒരു സ്നാനമുണ്ടായെങ്കിലും അകമേയുള്ള പ്രവൃത്തി നടന്നിട്ടില്ല. വായിച്ചാട്ടെ. Acts 2:38. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. കാശ് കൊടുക്കേണ്ടി വരത്തില്ല, വേറെ ഒന്നും ചെയ്യേണ്ടി വരത്തില്ല. That's where the second question comes. പരിശുദ്ധാത്മാവാം ദൈവം is the Holy Spirit. What is your relationship with the Holy Spirit? Knowing about Holy Spirit and knowing Holy Spirit are two different things. ദൈവത്തെ കുറിച്ചുള്ള അറിവും ദൈവത്തെ അറിയുന്നതും തമ്മിൽ. യേശു പറയുകയാണ്, എടുക്കണ്ട, യോഹന്നാൻ 14 അതിൻ്റെ 15, 16, 17 ഭാഗങ്ങളിലെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭ്യമാകും. ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 2:30 പറയുന്ന പരിശുദ്ധാത്മാവ് you will receive as a gift, the gift of the Holy Spirit you will receive. ശീമോന് ഇതൊന്നും ലഭ്യമായില്ല. വായിച്ചട്ടെ, ബാക്ക് ടു അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലേക്ക്, അതിൻ്റെ 21-ാമത്തെ വാക്യം വീണ്ടും വായിച്ചട്ടെ. Acts chapter 16 verse number 21. 8, sorry. നീ വഷളത്വം വിട്ട്. അപ്പോ വഷളത്വത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു ശീമോൻ. He still corrupt. വഷളത്വം വിട്ട്, വായിച്ചോട്ടെ സഹോദരി, മാനസാന്തരപ്പെട്ട്. അപ്പം മാനസാന്തരപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞു വന്നത്. മാനസാന്തരപ്പെട്ടായിരുന്നെങ്കിൽ വഷളത്വം അവനിൽ ഉണ്ടായിരിക്കത്തില്ല. ഉണ്ടാകുമോ? ഇല്ല. സ്നാനപ്പെട്ടാൽ എല്ലാം ഓക്കെ ആണെന്ന് ചിന്തിച്ച ഒരു കൂട്ടം ജനം യോഹന്നാൻ സ്നാപകന്റെ സമയത്തും ഉണ്ടായിരുന്നു. മത്തായി 3, 7, 8 ഭാഗങ്ങളിൽ ആ കൂട്ടത്തെ നോക്കി യോഹന്നാൻ സ്നാപകൻ വിളിച്ച പേരെന്തുവാ? സർപ്പ സന്തതികളെ എന്ന്. കർത്താവിൽ പ്രിയരെ, ഇന്ന് രാത്രിയിൽ നാം ചിന്തിക്കേണ്ടത്, ആരെങ്കിലുമൊക്കെ പറഞ്ഞതിന് വെളിച്ചത്തിലാണോ നാം സ്നാനപ്പെട്ടത്? ആരൊക്കെയോ പറഞ്ഞത് നമ്മൾ രക്ഷിക്കപ്പെട്ടു, അതാണോ നമ്മുടെ സ്റ്റേറ്റസ്? നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ആരൊക്കെയോ സാക്ഷ്യങ്ങളുടെ ബലത്തിലാണോ, അത് വാസ്തവമായി നമ്മളൊരു മാനസാന്തരം ഉണ്ടായോ? അത് കഴിഞ്ഞിട്ട് യോഹന്നാൻ സ്നാപകൻ പറയുന്നത് മാനസാന്തരത്തിന്റെ ഫലം കായ്പീൻ. മാനസാന്തരത്തിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ, മാനസാന്തരത്തിന്റെ the fruit of repentance should be seen. സ്നാനപ്പെടുന്നതിന് മുമ്പുണ്ടായിരുന്ന ഭാഷയാണോ ഇന്നും നമ്മുടെ ഭാഷ? സ്നാനപ്പെടുന്നതിന് മുമ്പ് കണ്ടോണ്ടിരുന്നതും കഴിച്ചോണ്ടിരുന്നതും കുടിച്ചോണ്ടിരുന്നതും നടന്നുകൊണ്ടിരുന്നതും അത് തന്നെയാണോ ഇന്നും നമ്മുടെ? സ്നാനപ്പെടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന നമ്മുടെ രഹസ്യ പാപങ്ങൾ, രഹസ്യ ചിന്തകൾ, അതാണോ ഇന്നും
കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:9-10 ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്തുവാ? വായിച്ചട്ടെ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞ് അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളയുക. അവന്റെ പ്രവൃത്തികളോട് ഉരിഞ്ഞു കളയുക. ആ അധ്യായം മുഴുവൻ വായിച്ചോ? അല്ല സഹോദരി, ഇപ്പൊ വായിക്കണം എന്നല്ല. അവന്റെ പഴയ മനുഷ്യൻ അവന്റെ പ്രവൃത്തികളോട് ചേർന്ന്. സോ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായല്ലോ. എക്സാമിൻ, നിങ്ങൾ നിങ്ങളെ തന്നെ ടെസ്റ്റ് ചെയ്യ്, നിങ്ങളെ തന്നെ ഒന്ന് പരീക്ഷിക്കുക. ഇറ്റ്സ് നോട്ട് എ 1 minute തിങ്. പഴയ ഇത് പ്രസംഗിക്കാൻ എളുപ്പമാ, ജീവിതത്തിൽ അത് ആപ്ലിക്കബിൾ ആക്കുക എന്നുള്ളതിലാണ്. യേശു പറയുകയാണ്, എൻ്റെ വചനം വെറുതെ കേൾക്കുന്നവരല്ല എനിക്ക് വേണ്ടത്, ഡു ഇറ്റ്. യാക്കോബ് വീണ്ടും പറയുന്നുണ്ട് 1:21-22 ഭാഗങ്ങളിൽ, കേട്ട് നമ്മളെ തന്നെ വഞ്ചിക്കുന്നവരാകരുത്, അത് ക്രിയയായി പ്രവൃത്തിയായി മാറണം. ഡോണ്ട് ഡിസീവ് യോർസെൽഫ് ബൈ ബീയിങ് ജസ്റ്റ് mere hearers but become doers of the word of God. പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോട് ഉരിഞ്ഞ് strip him away and throw him along with his sinful deeds. Back to Acts 8. 22-ാമത്തെ വാക്യം. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. അപ്പോൾ ഹൃദയത്തിലെ നിരൂപണം, his heart is filled with sinful thoughts. ആഖാൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്തുവാ? ആയി എന്ന് പറയുന്ന ദേശത്തിനെതിരെ ഇസ്രായേൽ ജനം കടന്നുപോയി. ചെറിയൊരു കൂട്ടമാണ് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, നമ്മൾ എല്ലാവരും കൂടെ പോകേണ്ട കാര്യമില്ല, വെറുതെ മെനക്കെടണ്ട, കുറച്ച് പേരെ അങ്ങോട്ട് വിട്ടാൽ മതി, അവർ ഈ ചെറുവറൽ കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും. അവിടെ പോയി ഇസ്രായേൽ തോറ്റ്, അവരിൽ ചിലർ മരണപ്പെട്ട് തിരിച്ച് ജീവനും കൊണ്ട് ഓടി തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് യോശുവ ദൈവസ്ഥാനത്ത് നിലവിളിച്ച് വാവിട്ട് നിലവിളിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനൊന്നും പറ്റുന്നില്ല. എന്തുവാ പറയുമ്പോൾ? എന്തുവാ? ദൈവമക്കൾ എന്ന പേരുണ്ട്, പക്ഷേ this is a test, this is a litmus test, real test of life. ജീവിതത്തിൽ മുന്നേറാൻ കഴിയുന്നില്ല. എടുത്തായിരുന്നു അപ്പോസ്തലൻ യോശുവ 7:12 വാക്യം. യോശുവ 7:12 വാക്യം. ദൈവം പറയുകയാണ് യോശുവയോട്, ഞാൻ നിങ്ങളുടെ മധ്യേ നിൽക്കത്തില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം നയിക്കത്തില്ല, നിങ്ങൾ പരാജയപ്പെടുന്നതിൻ്റെ കാരണം എന്തുവാ എന്ന് പറയുന്ന ഒരു വാക്യമാണ് ആ 12-ാമത്തെ വാക്യം. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നുകൊണ്ട് ശത്രുക്കളുടെ മുൻപിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു. ഇപ്പോഴും വഷളത്വം കാരണം ചില കെട്ടുകളിൽ നിൽക്കുന്നത് കൊണ്ട് മുമ്പോട്ട് പോകാൻ ഒക്കത്തില്ലെന്ന് പുതിയ നിയമത്തിലെ നമ്മൾ വായിച്ചതിൻ്റെ വേറൊരു പതിപ്പാണിത്. എന്തുവാ സംഭവിച്ചത്? അതിന്റെ 21-ാമത്തെ വാക്യം. ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായ ഒരു ബാബിലോണിയ മേലങ്കിയും 200 ശേക്കൽ വെള്ളിയും 50 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ട് മോഹിച്ചെടുത്തു. അവ എന്റെ കൂടാരത്തിന്റെ നടുവിൽ എന്റെ കൂടാരത്തിന്റെ നടുക്ക് നിലത്ത് ഞാൻ കുഴിച്ചിട്ടിരിക്കുകയാണ്. നാം ആയിരിക്കുന്ന മൺകൂടാരത്തിന്റെ അകത്ത് മധ്യത്തിൽ എവിടൊക്കെ നമ്മൾ ഒളിച്ച് മൂടി വച്ചിരിക്കുന്ന വിഷയങ്ങൾ ഒരു മനുഷ്യൻ അറിയത്തില്ല. ശീമോനെ കുറിച്ച് ഒരു മനുഷ്യൻ അറിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവാൻ ദൈവത്തിന് അറിയാം. അല്ല ശീമോനെ, നീ ഈ ബാബിലോണിയൻ അങ്കി വളരെ സൗന്ദര്യമുള്ള ഈ ഒരു സാധനം കണ്ടപ്പോഴാണല്ലോ മോഹിച്ചു പോയി എന്ന് പറയുന്നത്. എൻ്റെ മനസ്സിൽ വന്നൊരു ചോദ്യമാണ്, ആഖാനെ നീ ഇത് എവിടെ ഇടാനായിരുന്നു പ്ലാൻ? പുറത്തിടാൻ പറ്റുമോ? പേര് വിശ്വാസി എന്ന ബാബിലോണിയൻ അങ്കി പാപത്തെ ചൂണ്ടിക്കാണിക്കുന്ന പല വിഷയങ്ങളാണ്, അതിലേക്ക് കടക്കുന്നില്ല. അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന പാപത്തിൻ്റെതായ പല ചിന്തകൾ നമ്മൾ താലോലിക്കുന്നുണ്ടായിരിക്കാം. കൂടെ കൂടെ ഓർമ്മകളിൽ അത് അയവറക്കുന്നുണ്ടായിരിക്കാം. ഒരു മനുഷ്യൻ കാണുന്നില്ല, പക്ഷെ പരിശുദ്ധാത്മാവാം ദൈവം കാണുന്നു.
ഘട്ടം ഘട്ടമായി അവൻ പാപത്തിലേക്ക് കടന്നുപോയി. പരിണിത ഫലമായി ആഖാനെയും കുടുംബത്തെയും, അത് പഴയ നിയമം, അതുകൊണ്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ ഇന്ന് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിക്കോണം. അത് നാശത്തിലേക്ക് മാത്രം കൊണ്ടുപോകും. നമുക്ക് പാസ്റ്ററെ കളിപ്പിക്കാൻ പറ്റും, കൂട്ടുവിശ്വാസികളെ കളിപ്പിക്കാൻ പറ്റും, സ്വന്തം ഭർത്താവിനെ, സ്വന്തം ഭാര്യയെ, സ്വന്തം മക്കളെ എല്ലാവരെയും കളിപ്പിക്കാൻ പറ്റും. പക്ഷേ ദൈവത്തെ കളിപ്പിക്കാൻ പറ്റത്തില്ല. മറ്റൊന്നുമല്ല, ജീവന്റെ പുസ്തകത്തിൽ പേര് ഇതുവരെ വന്നിട്ടില്ല. ജീവന്റെ പുസ്തകത്തിൽ പേര് വന്നിട്ടില്ല. ഒരുപാട് പ്രവർത്തികളുണ്ട്, പുറമേ ഒരുപാട് പ്രവർത്തികളുണ്ട്. ലൗദിക സഭയോട് യേശു പറയുന്ന ഒരു വാക്കാണ്, നീ ധനവാനാണെന്നാണ് നിന്റെ ചിന്ത, നീ യു ആർ പുവർ. ദൈവം പറയുക. അവിടെയൊക്കെ നമുക്ക് കടന്നു വരാൻ. ബാക്ക് ടു Acts 8. ഇരുപത്തിരണ്ടാമത്തെ വാക്യം. നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു. പ്രൈസ് ബി ടു ഗോഡ്. ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടം കൊണ്ട് കൺക്ലൂഡ് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുന്നുണ്ടോ? ബിക്കോസ് ദ ലോർഡ് ജീസസ് ഇസ് ലുക്കിംഗ് ഓൺലി ഫോർ ദാറ്റ്. ബാക്കിയുള്ളവരെ അറിയത്തില്ലെന്നാണ് യേശു പറയുന്നത്. ഒരു വാക്യം കൂടെ നമുക്ക് എടുക്കാം. മത്തായി 7-ാം അധ്യായം, അതിൻ്റെ 19-20 വാക്യം. പ്രൈസ് ബി ടു ഗോഡ്. യേശുവിൻ്റെ വാക്കുകൾ. അതുകൊണ്ടാണ് ചുവന്ന നക്ഷത്രത്തില് നമ്മുടെ ഫലം കണ്ടാണ് തിരിച്ചറിയുന്നത്. ഇതേപോലെ തന്നെ ക്ഷുദ്രം കാണിച്ച് നടന്ന ഒരു കൂട്ടം ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ, Acts chapter 19 verse number 18 and 19. മതി. 19-ാമത്തെ വാക്യത്തിലേക്ക് പോകുന്ന മുമ്പ് ഇതൊന്ന് ശ്രദ്ധിച്ച് വായിക്കണേ സഹോദരി. ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ. മതി. വേറൊരാൾക്കും കൂടെ വായിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക്. മോൻ ഇംഗ്ലീഷിലെടുത്തോ? റീഡ് ദാറ്റ് ലൗഡ്ലി. 18 verse number 18. Yeah. So confessing and telling the deeds. ഇത് നമ്മളെല്ലാം ഇതിനകത്ത് ഭയങ്കര മിടുക്കന്മാരാ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റു പറയുന്നതിനകത്ത് തെറ്റുണ്ടെന്നല്ല, ഉണ്ട്. ഇറ്റ്സ് റൈറ്റ്. സദൃശവാക്യങ്ങൾ 28-13. ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. നമുക്കറിയാവുന്നതുകൊണ്ട് let me read that. Let me say that. ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. എന്നാൽ അത് ഏറ്റു പറഞ്ഞാൽ മതിയോ? പലപ്പോഴും we are good at confessing but not good at forsaking. അവിടെ എഴുതിയിരിക്കുന്നത് ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. വരികയില്ലെന്ന് ദൈവത്തിന് വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല ഉത്തര നിന്നാലും മാറ്റം വരികയില്ല. ലംഘനം മറച്ചു വെക്കുന്നവന്, he who covers a sin will not prosper. Will not prosper. But he who confesses and forsakes it, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കാൻ. എളുപ്പമാണോ? ഞാൻ പറയട്ടെ, അല്ല. സ്വിച്ചിട്ട് അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അവിടെയാണ് മാനസാന്തരപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ പ്രാർത്ഥനയ്ക്ക് അങ്ങ് മാറ്റം വരും. എന്തുവാ പ്രാർത്ഥന? എൻ്റെ ദൈവമേ. 139-ാം സങ്കീർത്തനത്തിലും 19-ാം സങ്കീർത്തനം 14 മുതൽ ഉള്ള ഭാഗങ്ങളിലും എൻ്റെ ഹൃദയത്തിലെ ധ്യാനം, എൻ്റെ നാവിൻ്റെ വാക്കുകൾ
അങ്ങേക്ക് ഇഷ്ടമുള്ളത്. ചുരുക്കി സംക്ഷിപ്തമായി പറഞ്ഞ, എൻ്റെ പൊന്ന് ദൈവമേ, അങ്ങേക്ക് ഇഷ്ടമുള്ളതിനെ മാത്രം ഇഷ്ടപ്പെടുവാനുള്ളൊരു ഹൃദയത്തെ എനിക്ക് നൽകണമേ. അങ്ങ് വെറുക്കുന്നതിനെ വെറുക്കാനുള്ളൊരു ഹൃദയം എനിക്ക് നൽകണമേ. എന്നെ കൊണ്ട് ഇത് പറ്റുന്നില്ല, എൻ്റെ ദൈവമേ അങ്ങയുടെ കൃപ പകരണമേ. എന്തെല്ലാം പഴയ മനുഷ്യൻ്റെ പ്രവൃത്തികൾ ഉണ്ടായിരുന്നോ നമ്മളെ ബന്ധിപ്പിച്ച്, അല്ലെങ്കിൽ എബ്രായ ലേഖനത്തിൻ്റെ ഭാഷ പറയുന്നത്, നമ്മളെ മുറുകെ പറ്റിയിരിക്കുന്ന ചില പാപങ്ങൾ നമുക്കങ്ങോട്ട് കയ്പായിരിക്കാം, ചിലപ്പോൾ അല്ലെ മറ്റുള്ള ഒരാൾ ക്ഷമിക്കാൻ പറ്റാത്തതായിരിക്കാം. നമ്മളോട് ചെയ്തു കൂട്ടിയ ചില കാര്യങ്ങൾ കാരണം ക്ഷമിക്കാൻ പറ്റുന്നില്ലായിരിക്കും. എന്നിട്ടും നമ്മൾ തിരുവത്താഴ ശുശ്രൂഷയൊക്കെ അങ്ങ് വളരെ ലാഘവത്തോടെ അങ്ങ് എടുക്കുമായിരിക്കാം. So how to come out of it? ഒറ്റ വഴിയേ ഉള്ളൂ സഹോദര സഹോദരി. ദൈവത്തിൻ്റെ സന്നിധിയിൽ വാവിട്ട് നിലവിളിച്ച്, ബിക്കോസ് പരിശുദ്ധാത്മാവാൻ ദൈവം പാപത്തെക്കുറിച്ചുള്ള ബോധ്യം നൽകിയിരിക്കും. ഒരു സംശയം വേണ്ട. പണ്ടുള്ളതുപോലെ ഇപ്പം കുറ്റബോധം വരുന്നില്ലെങ്കിൽ അത് പാപം മാറി എന്നുള്ളതിൻ്റെ ഇതല്ല, നമ്മുടെ ഹൃദയം കഠിനമായി പോയി. The Holy Spirit will not, ഉൽപ്പത്തി 6 അതിന് 3-ാമത്തെ വാക്യം എടുക്കണ്ട, എന്നേക്കും ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യനോട് വാദിച്ചുകൊണ്ട് ഇരിക്കത്തില്ല, എന്നേക്കും വാദിച്ചുകൊണ്ടിരിക്കത്തില്ല. എൻ്റെ ഭാഷ പറയുകയാണെങ്കിൽ he's got better things to do. പണ്ടത്തെ പോലെ നമുക്ക് ഭാരം വരുന്നില്ലെങ്കിൽ, ഇറ്റ്സ് എ ഡേഞ്ചറസ് തിങ്. പണ്ടത്തെ പോലെ കുറ്റബോധം വരുന്നില്ലെങ്കിൽ we are in a real dangerous situation. വിശ്വാസത്തിന് പേരുണ്ട്, ഷീമോന് നമ്മളുമായ വ്യത്യാസമൊന്നും ഇല്ലാതായി പോകും. നമ്മൾ ഏതാ വാക്യം വായിച്ചുകൊണ്ടിരുന്നത്? യു റീഡിങ് റൈറ്റ്? വായിച്ചട്ടാ ആ വാക്യം, 18-ാമത്തെ വാക്യം. ആ ആ അവർ ചെയ്തത് കണ്ടോ? അവരും ക്ഷുദ്രം ചെയ്തവരായിരുന്നു, ശീമോനും ചെയ്തതാ. അവർ ചെയ്തത് എന്തോന്നറിയുമോ? അവരുടെ ആ ഒരു പരിപാടി അങ്ങ് അവസാനിപ്പിക്കുക. അവരുടെ ക്ഷുദ്രത്തിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ, അതായത് അവർ അതിനോട് ബന്ധപ്പെട്ട് എന്തെല്ലാം വാട്ട് എവർ ദേ ഹാഡ്, അതിനെ അവർ തീയിൽ കൊണ്ടുവന്ന് ചുട്ടുകളഞ്ഞ് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇത് ഞാൻ ഇനി ഉപയോഗിക്കുന്നില്ല, ഷെൽഫിൽ വെച്ചിട്ടുണ്ടോ? എന്തിനാ? ആ ബാബിലോണിനെ കുഴിച്ചിട്ടിട്ടുണ്ടോ? എന്തിനാ? അത് കുഴിച്ച് ഇട്ടിരിക്കുന്നിടത്തോളം കാലം, അത് ഷെൽഫിൽ വച്ചിരിക്കുന്നിടത്തോളം കാലം, അത് ജീവിതത്തിൻ്റെ എവിടെങ്കിലുമൊക്കെ മാറ്റി വച്ചിരിക്കുന്നിടത്തോളം കാലം, യു വിൽ റീവിസിറ്റ് ഇറ്റ്, അതർവൈസ് ഇറ്റ് വിൽ വിസിറ്റ് യു. വായിച്ചട്ടെ ആ വാക്യം ഒന്നുകൂടെ വായിച്ചട്ടെ. അപ്പം തീരെ വിലപിടിപ്പില്ലാത്ത സാധനമൊന്നും അല്ലായിരുന്നു. നമുക്ക് പറ്റിപ്പോകുന്നത് എപ്പോഴാ എന്തോ അറിയാമോ? ഇത്രയും വിലയുള്ളൊരു സാധനം എങ്ങനെയാ കളയുന്നേ? എനിക്ക് പ്രയോജനമില്ലെങ്കിലും വേറെ ആർക്കെങ്കിലും പ്രയോജനമായിക്കോട്ടെ. പണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ കള്ള് കുപ്പിയൊക്കെ വീട്ടിലുണ്ടായിരുന്നു. സ്നാനപ്പെട്ട് മാനസാന്തരപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് പുള്ളി കുപ്പിയെല്ലാം എടുത്തിട്ട് വേറൊരാൾക്ക് കൊണ്ട് കൊടുക്കാൻ പോവാ. ഇതിനെ കളയുന്നേ? വെറുതെ എന്തിനാ കളയുന്നത്? കാശ് കൊടുത്തതല്ലേ എന്ന് പറയുന്നത് പോലെ അപ്പം മനസ്സിലിപ്പോഴും വിലപിടിപ്പുണ്ടേ. അതാ പ്രശ്നം. വിലപിടിപ്പുള്ളതാ. നിത്യത വിട്ടുള്ള ഒന്നും വില ഇല്ല എന്ന് പറയുവാൻ കഴിയണം. പ്രൈസ് ബി ടു ഗോഡ്. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളെ ശാന്തമായി അടയ്ക്കാം. ഒരല്പസമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീക്കിവെക്കാം. ഇന്ന് രാത്രി നാം കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊന്ന് ശോധന ചെയ്യാം. നമ്മുടെ വിശ്വാസം എന്തിലാണ് അടിസ്ഥാനം ആക്കിയിരിക്കുന്നത്? ഇന്ന് രാത്രി കർത്താവിൻ്റെ വരവുണ്ടെങ്കിൽ മാറ്റിവെക്കാൻ പറ്റത്തില്ല. സഹോദരി, മാറ്റിവെക്കാൻ പറ്റത്തില്ല.
ഞാൻ റെഡിയല്ല എന്ന് പറയുവാൻ കഴിയത്തില്ല. ഒരല്പസമയം വേണം എന്നാണ് നമ്മുടെ ഹൃദയത്തിൽ ഉത്തരം വരുന്നെങ്കിൽ യു ആർ ഓൾറെഡി ലേറ്റ്. ഇന്ന് രാത്രി കർത്താവിൻ്റെ വരവ് വരികയാണെങ്കിൽ, ഇന്ന് അവൻ രാത്രിയിൽ വരികയാണെങ്കിൽ എടുക്കപ്പെടുമോ? ഹൃദയങ്ങളെന്ന് ശോധന ചെയ്താട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവാം ദൈവത്തിന് മാത്രമേ വിധിച്ചെന്തെങ്കിലും പറയുവാനോ നമ്മുടെ കുറ്റങ്ങളെ കാണിച്ചു തരുവാനോ സാധ്യമാകത്തുള്ളൂ. നാം അന്യോന്യം ആരെയും കുറ്റപ്പെടുത്താനോ വിധിക്കുവാനോ പോകരുത്. ഭവനങ്ങളിൽ കടന്നുപോയി നമുക്ക് എല്ലാവർക്കും എടുക്കാം വീട്ടുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാൻ. ഒരു വിരൽ ചൂണ്ടുമ്പോൾ 3 വിരൽ നമ്മുടെ നെഞ്ചത്താന്നുള്ളത് മറന്നു പോകരുത് സഹോദര സഹോദരി. This is a very serious subject. Holy Spirit. പരിശുദ്ധാത്മാവാം ദൈവം നമുക്ക് പലതും വെളിപ്പെടുത്തി തരുന്ന അതേ മാത്രയിൽ ഇന്ന് രാത്രി ഒരു തീരുമാനമെടുത്താട്ടെ. ഇന്ന് രാത്രി പഴയ മനുഷ്യന്റെ പ്രവൃത്തിയോടുകൂടി അവനെ ഉരിഞ്ഞു കളയുവാൻ. ആഖാനെ പിടിക്കപ്പെട്ടതിന് ശേഷമാണ് ആഖാൻ മാനസാന്തരം എന്ന പേരിൽ കുഴിച്ചു വച്ചതിനെല്ലാം വെളിയിൽ കൊണ്ടുവന്നത്. പുതിയ നിയമത്തിൽ നമുക്കതിന് വ്യവസ്ഥയില്ല സഹോദര സഹോദരി. പരിശുദ്ധാത്മാവാം ദൈവം പാപത്തെക്കുറിച്ച് ബോധം നൽകുമ്പോൾ ടേക്ക് ഇറ്റ് ഔട്ട്. അവർ തീയിൽ ചുട്ട് കളഞ്ഞതുപോലെ അത് ചുട്ട് കളയുക. Take your hands off everything which the Holy Spirit says no. കാൽവറിയിൽ അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ ഉള്ള കഴുകൽ. 1 യോഹന്നാൻ 1:9 പറയുന്നത് നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധി നാം ഏറ്റുപറയുവാൻ നമുക്ക് ഒരുക്കമുണ്ടെങ്കിൽ, അത് ഉപേക്ഷിക്കുവാൻ നമുക്ക് ഒരുക്കമുണ്ടെങ്കിൽ, നമ്മുടെ പാപങ്ങൾ എത്ര കടും ചുമപ്പാണെങ്കിലും അതിന് ഹിമം പോലെ വെളുപ്പിച്ചു തരാവുന്ന ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട് സഹോദര സഹോദരി. ഇറ്റ് ഇസ് നെവർ ടു ലേറ്റ്. ഇറ്റ് ഇസ് നെവർ ടു ലേറ്റ്. പക്ഷെ പരിശുദ്ധാത്മാവ് ദൈവം ഒരു വിഷയം നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അത് താമസിക്കാൻ, പിന്നെ അവിടെ കറങ്ങി നിൽക്കരുത്. അത് ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. പരിശുദ്ധാത്മാവാം ദൈവത്തോട് പറഞ്ഞിട്ട് എനിക്ക് കൃപ വേണം. ഐ നീഡ് മോർ ഓഫ് യുവർ ഗ്രേസ് ഗോഡ് ടു ഓവർകം. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവാൻ എളുപ്പമാ, എന്നല്ല അത് യഥാർത്ഥത്തിൽ അത് പ്രാവർത്തികമാകണമെങ്കിൽ പരിശുദ്ധാത്മാവാം ദൈവം നമുക്ക് നൽകുന്ന കൃപയിൽ നമുക്ക് പാടുവാൻ കഴിയുന്ന ഒരു പാട്ടാണ് ഇന്ന് രാത്രി ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാം ദൈവം നമ്മളോട് ഇടപെടുന്നതിനനുസരണമായി ഹൃദയങ്ങളൊന്ന് പരിപൂർണമായി ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം കേട്ട ഒരു കൂട്ടം ജനമാണ് പത്രോസിനോട് കട്ട് ഇൻ ദ ഹാർട്ട്, അവരുടെ ഹൃദയത്തിൽ മുറിവ് ഏറ്റു. അതിന്റെ പരിണിത ഫലമായി ചോദിച്ചതാ രക്ഷപ്പെടുവാൻ എന്തുവാ ചെയ്യേണ്ടത്. അന്നേരം പത്രോസ് പറഞ്ഞതാണ് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് repent and be baptized for the forgiveness of your sins. നിങ്ങളുടെ പാപമോചനത്തിനായി. ഇതിന്റെ നടുവിൽ ആരെങ്കിലും ഇതുവരെ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് കേൾക്കുന്ന ആരെങ്കിലും മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അകമേ ഒരു ട്രാൻസ്ഫോർമേഷൻ ദൈവത്തോട് പറഞ്ഞിട്ട്, ദൈവമേ എനിക്ക് മാനസാന്തരം വേണം, ഒരു രൂപാന്തരം എന്നിൽ വരണം, എന്നിലൊരു മാറ്റം വരണം. Give your life into the hands of God. ഇന്ന് രാത്രി ഹല്ലേലൂയ. നമ്മൾ വിധിക്കപ്പെടുവാൻ ഉള്ളവരല്ല. There's no condemnation for those who are in Christ. എന്നാൽ അവന്റെ വരവ് വരുന്നത് വരെയും ഒരുക്കത്തോടെ നിൽക്കുവാനുള്ള ചുമതല നമുക്കുണ്ട് സഹോദര സഹോദരി. സ്നേഹവനായ പരിശുദ്ധ പിതാവേ, പ്രഭാതപീഠങ്ങളിലേക്ക് ദാടികൾ ഒരുമിച്ച് കടന്നു വരികയാണ്. ഞങ്ങളുടെ ഹൃദയങ്ങളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പൊന്നുനാഥനാം ദൈവമേ, പരിശുദ്ധാത്മാവാം ദൈവമേ, അങ്ങയുടെ മൃദുസ്വരം നമുക്ക് കേൾക്കണം. എൻ്റെ ദൈവമേ, അങ്ങ് വെളിപ്പെടുത്തി തരുന്ന ഓരോ വിഷയങ്ങൾ ഇതാ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളെ ഹൃദയംഗമായി ഏൽപ്പിച്ചു തരികയാണ്. You are the greatest heart surgeon, O God.
അങ്ങേക്ക് മാത്രമേ നമ്മളെ മാറ്റുവാൻ കഴിയത്തുള്ളൂ. ഇതാ ഒരുക്കത്തോടെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. 38 വർഷമായി ബെഥസ്ദ കുളക്കരയുടെ അടുക്കൽ പക്ഷപാതം പിടിച്ചു കിടന്ന ആ വ്യക്തിയോട് യേശു ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? Do you want to be made well? ഇന്ന് രാത്രി ദൈവത്തിന് ചോദിക്കാനുള്ളത്, വാസ്തവത്തിൽ do you want to come out of it? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അവൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് കൊടുക്കാമോ? അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് മാറാത്തവനുമായ ദൈവമാ. അസാധ്യമായി യാതൊന്നുമില്ലാത്തൊരു ദൈവം. അവന്റെ രക്തത്താൽ കഴുകി നമ്മെ ശുദ്ധീകരിക്കും ഞങ്ങളുടെ ദൈവത്തിന്റെ വാഗ്ദത്തമാ. അങ്ങനെങ്കിൽ ലംഘനം മറച്ചു വെക്കാതെ അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ നമുക്ക് ഒരുക്കമുണ്ടെങ്കിൽ, ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം പറയുന്നത്, നമ്മുടെ സകല പാപങ്ങളും അനീതിയിൽ നിന്ന് നമ്മളെ പോക്കി ശുദ്ധീകരിക്കുവാൻ അവൻ വിശ്വസ്തനായ ഒരു ദൈവം. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരവതിൻ താമസം ഏതുമില്ല. നാം പാടുന്ന ഒരു പാട്ട്, അതിൻ്റെ 1-2 വരികൾ നമുക്ക് പാടി നമുക്ക് ഈ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യാം. പ്രിയ സാബു ബ്രദർ മുന്നിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചാലും നമുക്ക് ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ആ പാട്ടുകൾ പാടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. തൻ്റെ പുത്രന്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവായ ദൈവം, ഒരുവൻ പോലും നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന കർത്താവായ ദൈവം, ക്രിസ്തുയേശുവിന്റെ മധ്യാകാശ വരവിൽ നമ്മളെല്ലാവരും എടുക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവസഭയിൽ ആരും കൈവിടപ്പെട്ടു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന കർത്താവ് ഇന്ന് നമ്മുടെ സഭയുടെ മധ്യേ തൻ്റെ ദൂത് അറിയിച്ചിരിക്കാൻ കർത്താവിന് സ്തോത്രം. അപ്പോൾ അങ്ങയുടെ സിംഹാസനം നീതിയുടെ സിംഹാസനം, നീതിയിൽ അങ്ങ് സ്ഥാപിച്ചിരിക്കുന്ന ആ സിംഹാസനത്തിന് കർത്താവേ സ്തോത്രം. അനീതിയായി ഒന്നും ചെയ്യാൻ കഴിയില്ലാത്ത ദൈവത്തിന് കർത്താവെ, തൻ്റെ സന്നിധിയിൽ കടന്നു വരുന്നവരുടെ ജീവിതത്തിൽ ഒരു അനീതിയും കാണപ്പെടുമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുവല്ലോ. അത് ഞങ്ങളോട് വെളിപ്പെടുത്തി തരുവാൻ കർത്താവിന് ഞങ്ങളോട് കൃപ തോന്നിയതിനോർത്ത് നന്ദിയോടെ സ്തോത്രം. കയ്പുള്ള ഒരു വ്യക്തി ജീവിതം, നമ്മുടെ മനസ്സിൽ ഒരു കയ്പുമില്ലാത്ത ഒരു വിശുദ്ധീകരിക്കപ്പെട്ട കറയും ചുളക്കവും കളങ്കവും ഒന്നും കാണപ്പെടാത്ത ഒരു ശുഭ്രവസ്ത്രധാരിയ മണവാട്ടി സഭയെ നമ്മൾ ഒരുക്കപ്പെടേണ്ടതിന്
അപ്പൊ ഞങ്ങളോട് അങ്ങ് അറിയിച്ച ആ ആലോചനയ്ക്കായി കർത്താവിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം കരയറ്റുന്നു. അപ്പൊ ആ സ്തോത്രം. ഹല്ലേലൂയ. ഈ അന്ത്യകാലം അടുത്തിരിക്കാൻ കർത്താവ് സമയം ഒട്ടുമില്ലാത്ത ഈ കാലഘട്ടത്തിൽ കർത്താവ് ഒരുക്കപ്പെടേണ്ട മേഖലകൾ ഒരുക്കപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ ജീവിതങ്ങളോടും ഇടപെടേണ്ടതിന് ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കേൾപ്പിച്ച വചനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം കരുതുന്നു. നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുന്ന പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കർത്താവെ ഞങ്ങളിലുള്ള മറഞ്ഞു കിടക്കുന്ന ഒളിഞ്ഞു കിടക്കുന്ന കർത്താവെ ഞങ്ങളുടെ കുറവുകളെ അങ്ങ് വെളിപ്പെടുത്തി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ തക്കണം ഞങ്ങളെ പ്രാപ്തനാക്കുന്നതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം കരുതുന്നു. അപ്പം അങ്ങ് ഇടപെട്ടതിനായ സ്തോത്രം. ദൈവസഭയുടെ കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പണിയപ്പെടുവാൻ തക്കോണം ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവ് ഒരുക്കേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ സ്തോത്രം ഇന്ന് കേൾപ്പിച്ച വചനത്തിനായ സ്തോത്രം. ദൈവസഭ ഒരുക്കപ്പെടുവാൻ തക്കണം ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. തിരുനാമത്തിന് മഹത്വം കരയറ്റുന്നു. ക്രിസ്തുയേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, പുത്രനാമ യേശുവിന്റെ കൃപ, ആശ്വസിപ്പിച്ച് വഴിനടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൂട്ടായ്മയും നാം ഇവരോടും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. കർത്താവേ വേഗം വരണമേ. പ്രൈസ് ബി ടു ഗോഡ്. ജയം തരുന്ന ദൈവത്തിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ബി ടു ഗോഡ്. ആരെയും നിരാശയിലേക്ക് നയിക്കാനല്ല, ഒരുക്കത്തിലേക്ക് നയിപ്പാനാട്ടെ. ഗോഡ് ബ്ലെസ് യു.